നമ്മൾ എല്ലാവരും കൂടി ഇരുന്നപ്പോഴല്ലേ ഓരോന്ന് ആലോചിച്ചതും തീരുമാനം എടുത്തതും. അതെ, അന്നേരം നീ അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പോ പറയുന്നു, എന്റെ അമ്മയുടെ ജീവിതം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് പരീക്ഷണം? ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ജോൾസിന്റെ വാക്കുകൾ വിശ്വസിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ജോത്സ്യം പറഞ്ഞതെന്താ? അരവിന്ദ് രാജയുമായിട്ടുള്ള വിവാഹം നടന്ന രണ്ടുപേർക്കും ദോഷമെന്നല്ലേ? അയാൾക്ക് എന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല. പക്ഷെ എന്റെ അമ്മയെ ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യത്തിനെ ഞാൻ കൂട്ടിയിക്കില്ല. അതല്ലേ പൊതുവായി ഒരു തീരുമാനം അനുസരിച്ച് മറ്റൊരു ജോത്സ്യനെ കണ്ടത്. കാര്യവള്ളിൽ ശ്രീധരഘടകൻ വെറുമൊരു ജ്യോത്സ്യനല്ല, ജ്യോതിഷ പണ്ഡിതനാണ്. ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം നടത്തുന്നയാളാണ്. അപ്പോ ആദ്യം കണ്ട ജോത്സ്യനോ? അയാൾക്കൊന്നും അറിയില്ലേ? മുത്തശ്ശൻ പറയാറുണ്ടല്ലോ, ജ്യോതിഷം സയൻസ് ആണെന്ന്. ശാസ്ത്രം എപ്പോഴും ഒരുപോലെയല്ലേ? രണ്ടുപേരും നോക്കിയ രണ്ടു തരത്തിൽ കാണോ? രണ്ടിലാരുടെയോ ജനന സമയം നോക്കിയതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ആദ്യത്തെ പുള്ളിക്കാരന് പിശക് പറ്റിയത്. എന്നാൽ നമുക്ക് ആ ജോത്സ്യനെ ഒന്നുകൂടെ കാണാം. പറ്റിയ തെറ്റ് അയാളെ കൊണ്ട് തന്നെ തിരിക്കാം. ഒരാവശ്യമില്ലാതെ നാളും പൊരുത്തമൊക്കെ നോക്കാൻ പോയതാ. കല്യാണം അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു. അമ്മയുടെ കല്യാണം നടത്താൻ നിനക്കെന്താ ഇത്ര ഉത്സാഹം? നടത്താതിരിക്കാൻ നിനക്കെന്താ ഇത്ര ഉത്സാഹം? ഇക്കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും വഴക്കുണ്ടാക്കണ്ട. കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. ഒരുപാട് ആലോചിച്ചും വീണ്ടും വിചാരം നടത്തിയും എടുത്ത തീരുമാനമാണ്. ഇവന്റെ ബാലിശമായ വർത്തമാനം കേട്ട് അതിൽ നിന്നും പിന്മാറേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നതാണല്ലോ ബാലിശം. അരവിന്ദ് രാജ പറയുന്നതെല്ലാം ഭയങ്കര സംഭവം. അയാളുടെ പ്ലാനിംഗ് ഉണ്ട് ഇതിന് പിന്നിൽ. എന്ത് പ്ലാനിംഗ്? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഈ പറഞ്ഞ ശ്രീധരൻ ജോത്സ്യനെ അയാൾ സ്വാധീനിച്ചതാണ്. ജോത്സ്യനെ അരവിന്ദ് രാജ രഹസ്യമായി കണ്ടിട്ടുണ്ട്. എല്ലാ പൊരുത്തവും ഉണ്ടെന്ന് പറയാൻ ഏർപ്പാടാക്കി നല്ലൊരു തുകയും കൊടുത്തു കാണും. അതാ ജോത്സ്യൻ ഓക്കെ പറഞ്ഞത്. ഇങ്ങനെ അസമ്മതം പറയാവരാ. എന്ത് അസമ്മതം? ആരെന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഒരാഗ്രഹം നടപ്പാക്കാൻ വേണ്ടി തരം താണ ഡ്രാമ നടത്തുന്ന ആളാ അയാള്. ശരിയാവില്ല, സമ്മതിക്കുന്ന പ്രശ്നമില്ല. അരവിന്ദ് സാർ അങ്ങനെ ഒരാളല്ല. അദ്ദേഹം ഇങ്ങനൊന്നും ചെയ്യില്ല. നീ അങ്ങനെ പറയൂ. ദേ നിളെ, അമ്മയുമായി വലിയ കമ്പനിയാണെന്ന് കരുതി നിന്റെ പ്ലാനൊന്നും എന്റെ അമ്മയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കല്ലേ. കുടിച്ചിട്ട് വന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയരുത് എനിക്ക്. അരവിന്ദ് രാജയും ജോത്സ്യനും ചേർന്ന് മുത്തശ്ശനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. കൈമടക്ക് വാങ്ങി തൊഴിലിൽ മായം ചേർക്കുന്ന ഇവനൊക്കെ ജോത്സ്യനാണോ? നീ പിന്നെ പറയുന്നുണ്ടല്ലോ ആ ജോത്സ്യൻ പണം വാങ്ങിന്ന്. അതെ, അരവിന്ദ് രാജ കാശ് കൊടുത്ത് അയാളെ കയ്യിലെടുത്തതാണ്. എങ്കിലേ ആദ്യത്തെ ജോത്സ്യനെ കൊണ്ട് കല്യാണം നടത്തരുതെന്ന് പറയിപ്പിച്ചതിന് പിന്നിലും ആരോ ഉണ്ട്. കാശ് കൊടുത്ത് ആരോ അയാളെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ആര് ചെയ്തെന്താ? ഈ കല്യാണം നടക്കുന്നതിൽ താല്പര്യമില്ലാത്ത ആരോ ഒരാള്. അങ്ങനെ പൈസ വാങ്ങി കള്ളം പറയുന്ന ഒരാളല്ല ആ ജോത്സ്യൻ. അയാൾ പറഞ്ഞതാ സത്യം. അത് കൊള്ളാമല്ലോ. കാര്യവള്ളിൽ ജോത്സ്യൻ കൈക്കൂലി വാങ്ങും, ആദ്യത്തെ ജോത്സ്യൻ പരിശുദ്ധൻ. നിനക്കെന്താ ഇത്ര ഉറപ്പ്? നീ എന്താ ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന പോലെ? എനിക്ക് സംശയം ഉള്ളോണ്ടാന്ന് തന്നെ വെച്ചോ. എന്താ കുട്ടികളെ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ എന്നോടല്ല ഇവനോട് നിർത്താൻ പറ. അമ്മയുടെ ഭാവിക്ക് ദോഷം വരുന്ന ഒരു ബന്ധത്തിന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത് ആരുടെ കൊട്ടേഷൻ ആയാലും ശരി. ഈ ബന്ധം കൊണ്ട് അമ്മയുടെ ഭാവിക്ക് ഒരു ദോഷവും വരില്ല. അതുകൊണ്ട് ആര് കൊട്ടേഷൻ തന്നാൽ ഈ വിവാഹം ഞാൻ നടത്തും. ഞാൻ എതിർത്താൽ എന്നെ ധിക്കരിച്ച് നീ കല്യാണം നടത്തോ? ആ ചിലപ്പോ ഞാൻ നടത്തിന്ന് വരും. നിങ്ങളെ ഞാൻ നടത്തും. അപ്പൊ നീ എന്നെ തല്ലിയല്ലേ? അതിന്റെ അർത്ഥം നിന്റെ ഭാഗം തെറ്റുണ്ടെന്ന്. വിട മുത്തച്ഛ. എന്നാലും പറയുന്നത് ഞാൻ പറയും. വിട മുത്തച്ഛ, എന്നെ തല്ലല്ലേ? എന്താ നിഖിലി കാണിച്ചത്? നീ എവിടുന്ന് പഠിച്ചതൊക്കെ? അച്ഛനെന്താ ഒന്നും മിണ്ടാത്തത്? പ്രതികരിക്കേണ്ടത് വാക്കുകൊണ്ടല്ല, സ്വയം നിയന്ത്രിച്ചു നിൽക്കുക. ഞാൻ
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഹലോ, ഇന്ന് ശ്രീമതി നിളാനിക്കലിന്റെ കോളൊന്നും കണ്ടില്ലല്ലോ. പപ്പൂസിനെ അമ്മാസിനെയൊക്കെ മറന്നോ? ഹലോ മോളെ, പപ്പൂസ്. എന്തു പറ്റി മോളെ? നീ കരയാണോ? ഞാൻ പിന്നെ വിളിക്കാം. മോളെ ഹലോ. എന്താ രവിയേട്ടാ, അവള് കരയാണോ? ഉം, എന്താ പറഞ്ഞത്? പിന്നെ വിളിക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അയ്യോ, ഇനി എന്തെങ്കിലും അസുഖമോ മറ്റോ ആണോ എന്റെ കുഞ്ഞിന്? ആണെന്ന് തോന്നുന്നില്ല, മറ്റെന്തോ പ്രശ്നമുണ്ട്. ഒന്നുകൂടെ വിളിക്ക് രവിയേട്ടാ. വേണ്ട, വിളിച്ചു ചോദിച്ചാൽ നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് അവൾ എന്തെങ്കിലും കള്ളത്തരം പറയും. അതുകൊണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. നീ റെഡിയാകും. ഞാനിപ്പോ വരാം. അങ്ങനെ കരയുന്ന കുട്ടിയല്ല അവള്. ഞാൻ നിന്റെ കവളത്തെ ചെറുതായിട്ടൊന്ന് തൊട്ടു. അതത്ര വലിയ പ്രശ്നമാണോ? ചെറുതായിട്ടൊന്ന് തൊട്ടെന്നോ? എന്റെ കവിള് പുകഞ്ഞുപോയി. പക്ഷെ ആ അടി കൊണ്ടത് എന്റെ മുഖത്തൊന്നുമല്ല, മനസ്സില്. അതിന് മാത്രം എന്ത് പ്രൊവോക്കേഷനാണ് ഉണ്ടായത്? എനിക്കതറിയണം, അറിഞ്ഞേ പറ്റൂ. എന്റെ അമ്മയുടെ ജീവിതം. നിർത്ത്. അതൊന്നുമല്ല നിന്റെ പ്രശ്നം. വേറെന്തോ നിഖിലിനെ അലട്ടുന്നുണ്ട്. അമ്മയെ അരവിന്ദ് രാജയുടെ കയ്യിലേൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാൻ നീയെന്ന് എനിക്കറിയാം. അല്ല, അമ്മ അവരിഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എനിക്ക് നിന്നെ പോലെ വേറെ ഹിഡൻ അജണ്ടയൊന്നുമില്ല. എന്ത് ഹിഡൻ അജണ്ടയാണ് എനിക്ക്? എന്താ നീ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം സംസാരിക്കുമ്പോ നിഖിൽ എന്തിനാ ഇങ്ങനെ തിളയ്ക്കുന്നത്? ആദ്യമായിട്ട് നീ എന്നെ തല്ലി. ഭർത്താവിന് ഭാര്യയെ തല്ലാനുള്ള അവകാശം ഉണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പഴയതാ. ഇത് ഞാൻ ക്ഷമിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ പിന്നെ തരാം. പക്ഷേ ഈ വിഷയത്തിൽ നിന്റെ അമിതമായ താല്പര്യത്തിനുള്ള കാരണം എനിക്കതറിയണം. ഞാനത് അറിഞ്ഞിരിക്കും. നീ എന്താ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നേ? മോളെ, ആ ഹേമേ. മീരെ, എന്റെ മോൾ എവിടെ മീരെ? ഉണ്ട്, അകത്തുണ്ട്. മോളെ, നിളേ. മോളെ, പെട്ടെന്നെന്താ വന്നത്? ഞാൻ ഫോൺ ചെയ്തപ്പോ മോളെന്തിനാ കരഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ലമ്മേ, എനിക്കൊരു ചെറിയ തലവേദന. മുഖത്ത് നോക്കി കള്ളം പറയണ്ട. എല്ലാത്തിനും അഭിപ്രായം പറയാറുള്ള ഉണ്ണിത്താൻ സാറൊന്നും മിണ്ടുന്നില്ലല്ലോ. കുടുംബ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുട്ടികൾ തമ്മിൽ ഒരു മുഷിച്ചിലുണ്ടായി. അതിന്റെ പേരിലൊന്നും നിള കരയില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിഖിലേ, നിന്നെ ഏൽപ്പിച്ചാണ് ഞങ്ങൾ ഇവളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കാണ്. പപ്പൂസേ,
ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ നിൽക്കാൻ. എന്താ രവിയേട്ടാ? നോക്കട്ടെ. ഒന്നുമില്ലമ്മേ. അയ്യോ, ഇത് അടികൊണ്ട പാടാണല്ലോ. ആരാ നിന്നെ തല്ലിയേ? രവിയേട്ട ഇത് കണ്ടോ? ഇപ്പം മനസ്സിലായി എന്റെ മോള് കരഞ്ഞ എന്തിനാണെന്ന്. മീരെ, നിങ്ങളൊരു അമ്മയല്ലേ? മീരയ്ക്ക് നിഖിൽ ഒറ്റ മകനായതുപോലെ ഇവള് ഞങ്ങൾക്ക് ഒറ്റ മകളാണ്. പൊന്നു പോലെ വളർത്തിയതാ ഞങ്ങളുടെ മോളെ. എന്നേക്കാൾ നിളയെ തോളിലെടുത്ത് നടന്നത് ഈ മനുഷ്യനാ. ചോദിച്ചു നോക്ക് എങ്ങനെ അവളെ കൊണ്ടു നടന്നെന്ന്. മെനയാന്ന് ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു, മോളെ കുറച്ചു ദിവസം ഒപ്പം കൊണ്ടുവന്ന് നിർത്തണമെന്ന്. വെറുതെ അല്ല, കണ്ണു നിറഞ്ഞ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കാണാതെ ജനലിനടുത്ത് നിന്ന് കണ്ണീര് തുടയ്ക്കും. അതൊക്കെ പോട്ടെ, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ആരാ എന്റെ മോളെ തല്ലിയത്? കാരണമൊന്നും എനിക്ക് കേൾക്കണ്ട. ആരാ തല്ലിയെന്ന് പറ. ആരാന്ന് പറ. ഇത്രയും വലിയ ബഹളമൊന്നും വേണ്ട. എന്നെ ധിക്കരിച്ച് സംസാരിച്ചപ്പോ ഞാനാ ഒരടി കൊടുത്തത്. എത്ര നിസ്സാരമായിട്ടാ നിഖിൽ ഇത് പറയുന്നത്. ഒന്നും നുള്ളി നോവിക്ക പോലും ചെയ്യാതെയാ ഞാൻ എന്റെ കുട്ടിയെ വളർത്തിയത്. എന്റെ മോളുടെ കവളത്ത് നിന്റെ കൈ വീണു. പകരം നിന്റെ കരണത്ത് അടി തരാത്തത് എന്റെ മാന്യത. പക്ഷേ ഇനി ഇത് ആവർത്തിച്ച നിഖിലെ, ഇനി ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കും പറഞ്ഞേ? അച്ഛാ, മുത്തശ്ശ, ഇനി നിഖിലിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. നീ ആരാടാ അധിക പ്രസംഗി? രവിശങ്കർ, ക്ഷമിക്കണം. എന്റെ കൊച്ചുമോന് വേണ്ടി ഞാൻ ക്ഷമ പറയുകയാണ്. മീരയുടെ ഉണ്ണിത്താൻ സാറിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും എന്ന് കരുതി നിളയുടെ കണ്ണു നിറഞ്ഞ ഞങ്ങൾ സഹിക്കില്ല. എങ്ങോട്ടാ പോകുന്ന? ഈ ബാഗുമായിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോവാ. എവിടെയാ പോകുന്ന നിഖിൽ? എങ്ങോട്ടെങ്കിലും. പറയുന്ന കേക്ക് നീ പോവരുത്. എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇനിയും തല്ലാനോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. നീ പോണ്ട. വിടെ നിഖിൽ. എന്നെ ആരും വിളിക്കണ്ട, ഞാൻ നിൽക്കില്ല. അവനെ വിളിച്ചാലും അവൻ നിൽക്കില്ല. അവൻ പോയിട്ട് വരട്ടെ. നിഖിൽ, നിന്നോടല്ലേ പറഞ്ഞ? നീ മാറിയിക്ക്. നിഖിൽ പറയുന്നൊന്ന് കേക്ക്. മാറിയിക്കാൻ. ഈ കണ്ട് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തില്ല. എന്നിട്ട് ബാഗ് എടുത്തോണ്ട് പോകുന്നതിൽ എന്ത് ന്യായമുള്ളത്? ന്യായത്തിന്റെ കാര്യം നീ എന്നോട് പറയല്ലേ. നിന്റെ അച്ഛനമ്മയും വിളിച്ചു വരുത്തി എന്നെ വിചാരണ ചെയ്തതിന് എന്ത് ന്യായം നിനക്ക് പറയാനുള്ളത്? എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാനാ. അതിനെ കൊഴിപ്പിക്കാൻ മുത്തശ്ശന്റെ വക ഒരു അടിയും. എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോ സമാധാനമായല്ലോ നിനക്ക്. അപ്പൊ എനിക്ക് നൊന്നതോ? അതിനൊരു വിലയില്ലേ? നൊന്തെങ്കിൽ കണക്കായി പോയി. ഇത്രയായ സ്ഥിതിക്ക് ഇനി ഈ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം. നീ ആരുടെ വാക്ക് കേട്ടിട്ടുള്ളത്? ആരുടെ വാക്ക്? അമ്മ അരവിന്ദ് സാറും തമ്മിലുള്ള കല്യാണം നടന്നാൽ നഷ്ടമുള്ള ഒരാള്, കല്യാണം നടന്നില്ലെങ്കിൽ അതിന് വലിയ ലാഭമുള്ള ഒരാള്. ഇതാ കുഴപ്പം. നിങ്ങൾ പറയുന്നത് ശരി, ന്യായം. ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല.
നിഖിൽ വാ, നമുക്ക് അകത്തേക്ക് പോ. നീ ഞാൻ വാ. വരില്ല വരില്ല വരില്ല. നിഖിൽ, അമ്മ വിഷമിക്കുന്ന. എന്റെ അമ്മയുടെ കാര്യം നോക്കാൻ നീ ഉണ്ടല്ലോ. നിഖിൽ വന്നേ. വീടന്നെ. നിഖിൽ, നിഖിൽ. എന്താ? പോവാ? എന്തൊരു പോക്കാ. ഇന്നലെയുമായിട്ട് പിണങ്ങിയോ? ആ പിണങ്ങി. ആ, ഭൂമിയോളം ക്ഷമയുള്ള നിഖിലിന് പിണങ്ങാൻ തോന്നിയെങ്കിൽ അതിന് തക്ക എന്തെങ്കിലും നിഷേധം നില കാണിച്ചാടും. നിഖിലേ, എന്തോ ഇത്? ഞാൻ പറയുമ്പോ ദോഷം പറയാന്ന് വിചാരിക്കരുത്. നീരേച്ചിയുടെ സപ്പോർട്ടുള്ളതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് നിളയ്ക്ക്. അവളുമായിട്ട് പിണക്കൊന്നുമില്ല. ആഹാ, കണ്ടോ കണ്ടോ, ഇതാണ് നിഖിലിന്റെ വലിയ മനസ്സ്. ഒടക്കിലാണെങ്കിലും ഭാര്യയെ കുറ്റം പറയാതിരിക്കുക. നീ വലിയവനാ നിഖിലേ. അതൊക്കെ പോട്ടെ, ഈ ബാഗും കൊണ്ട് എങ്ങോട്ടാ? തീരുമാനിച്ചില്ല. ആഹാ, അപ്പൊ അതിനർത്ഥം പിണങ്ങി ഇറങ്ങിയതാണെന്ന് തന്നെയാ. അല്ല, എങ്ങോട്ടാ പോകുന്നെന്ന് തീരുമാനിക്കാലോ. നിഖിലേ കാണിക്കുന്നില്ലേ, ഇതാണ് ആണത്തം. വീട്ടിലൊരു വഴക്കുണ്ടായ കോംപ്രമൈസിന് നിൽക്കാതെ നമ്മൾ നമ്മുടെ പാട്ടിനങ്ങ് പോവുക. തിരിച്ച് വീട്ടിൽ ചെല്ലണമെങ്കിലേ വീട്ടുകാര് വന്ന് കാല് പിടിക്കണം, കരയണം. നീള വന്ന് അപേക്ഷിക്കാതെ നിഖിൽ ഇനി ഫ്ലാറ്റിലോട്ട് വരരുത്. എങ്ങോട്ട് പോണെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ തീരുമാനിക്കാലോ. എന്താ, എന്റെ ഫ്ലാറ്റിലോട്ട് വരുന്നോ? അവിടെ ആണെങ്കിൽ ഒരു മുറി ഒഴിഞ്ഞു കിടക്കുക. എന്താ, വരുന്നോ? ഇല്ല. എന്റെ ഫ്ലാറ്റിലെ ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. നിഖിലിന് ഒരു ദിവസോ ഒരാഴ്ച വേണമെങ്കിൽ ഇവിടെ താമസിക്കാലോ. അത് രഹസ്യമായിട്ട്. വേണ്ട, ഞാൻ പോകുന്നു. നിഖിലേ, എടാ പറയുന്നേക്ക്. ഉണ്ണിത്താൻ സാറിനൊന്നും പറയാനില്ലേ? നിഖിലും പിന്നാലെ നിളയും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, അവരിങ്ങി വരട്ടെ. മോളെ, അവനെവിടെ പോയി? ഞാൻ പറഞ്ഞിട്ടൊന്നും നിന്നില്ല. അച്ഛനൊന്ന് വിളിക്ക, തിരികെ വരും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിഖിൽ പറഞ്ഞോ? ഇല്ല, ബാഗും കൊണ്ട് അവൻ പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ദേഷ്യത്തിന് ദൂരെ എവിടേക്കെങ്കിലും പോകുന്ന എന്റെ പേടി. അച്ഛൻ വിളിച്ച അവൻ വരും. ഇപ്പൊ വിളിച്ച അവൻ കാണിച്ച തെറ്റിനെ നമ്മൾ ശരിവയ്ക്കുകയാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് എവിടാന്ന് വെച്ചാ പോയിട്ട് വരട്ടെ. അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാമോ അച്ഛാ? ഉപേക്ഷിച്ചതല്ല ഞാൻ അവനെ. നിങ്ങൾ വിചാരിക്കുന്നതിലും വിഷമമുണ്ട് എനിക്ക് എന്റെ കൊച്ചുമനെ കുറിച്ച്. പക്ഷേ എനിക്ക് അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരില്ല. അതുകൊണ്ട് പോകുന്നവര് പോട്ടെ, കല്യാണം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അച്ഛാ, അച്ഛൻ എന്തായി പറയുന്നത്? എനിക്ക് കല്യാണമല്ല വലുത്, എന്റെ മോന്റെ ഭാവിയാ. നിഖിലിപ്പോ മീരയുടെ മകൻ മാത്രമല്ല, എന്റെ മകളുടെ ഭർത്താവുമാണ്. അവന് മാത്രമായി ഒരു ഭാവിയുണ്ടോ? എനിക്ക് വേറൊന്നും അറിയണ്ട. നിഖിൽ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കല്യാണമല്ല ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്. മീരയ്ക്കുള്ളതുപോലെ ഉത്കണ്ഠ എനിക്ക് നിഖിലിന്റെ കാര്യത്തിലുണ്ട്. തൽക്കാലത്തെ ക്ഷോഭത്തിന്റെ പേരിൽ അവൻ ബാഗ് എടുത്തുകൊണ്ട് പോയതാണ്. ദേഷ്യമടങ്ങുമ്പോൾ തിരിച്ചു വരും,
ഞാനൊരടി കൊടുത്തു എന്നത് നേരാണ്. കൊണ്ടവനേക്കാളും കണ്ടുനിന്നവരെക്കാളും ആ അടി എന്നെയാണ് നൊമ്പരപ്പെടുത്തിയത്. അതാണ് സത്യം. എങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്ത് ശിക്ഷ കൊടുക്കണം. അവൻ നിളയെ തല്ലിയത് ശരിയായില്ല. അതിനുള്ള ശിക്ഷയായി ഞാൻ അവനൊട്ടൊരെണ്ണം കൊടുത്തു. നിഖില് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കാരണത്തിന്റെ പേരിൽ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കരുത് മീര. തീരുമാനിച്ച പ്രകാരം അത് നടക്കും. ഒരു കല്യാണാലോചന വന്നേ പിന്നെ മനുഷ്യന്റെ സമാധാനം നശിച്ചു. എന്തൊക്കെയായത്? എന്റെ കണ്ണൊന്ന് തുളുമ്പിയപ്പോ ഫോൺ ചെയ്തപ്പോ എന്റെ തൊണ്ടയൊന്ന് ഇടറിയപ്പോ പപ്പൂസ് അമ്മ ഓടിയെത്തിയില്ലേ? അതുപോലെയല്ല മീരാമ്മ. ഞാൻ മീരാമ്മയുടെ സൈഡേ പറയൂ. നിഖില് വരട്ടെ, വരുമ്പോ ഞാൻ വിളിച്ചറിയിക്കാം. ഞങ്ങളിപ്പോ വന്നതാണോ ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ കാരണം? അതൊന്നും സാരമില്ല. ചില കാര്യങ്ങൾ കലങ്ങി തെളിയാൻ ഇതുപോലുള്ള വഴക്കുകൾ വേണ്ടിവരും. എന്നാലും നിഖില് ഞാൻ വിളിച്ചിട്ടോ വന്നില്ല. കരയാതെ.